ഹലോ, നിങ്ങളൊരു ഹ്യൂണ്ടായി വാഹന ഉടമയാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. കുറേ ദിവസമായിട്ട് ഈ വണ്ടി ഞാൻ എടുക്കാറില്ലായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നറിയില്ല. എടുക്കാതിരുന്ന വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എനിക്കും കിട്ടി നല്ലൊരു പണി. ഇത് ഇപ്പോൾ മാത്രമല്ല, പല തവണയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഈ ഹ്യുണ്ടായിയുടെ ഏത് വാഹനം ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഓടിയിട്ടില്ല എങ്കിൽ അപ്പോൾ നമുക്ക് പണി കിട്ടും. ഇതിൻ്റെ ക്ലച്ചാണ് ഇഷ്യൂ. അതായത് ക്ലച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് കയറി അങ്ങ് ലോക്കാകും. 2 വീക്സ് കൂടുതൽ വണ്ടി എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് കയറി അങ്ങ് ലോക്കാകും. ഇപ്പോൾ നമുക്ക് എന്നും ഇതെടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ വീക്കെൻഡ് തോറും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടും കാര്യമില്ല, മൂവ് ചെയ്യണം. ക്ലച്ച് ചവിട്ടി ഗിയർ നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് വണ്ടി 2-3 റൗണ്ട് ഓടണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓടിയാൽ മതി. അല്ലെങ്കിൽ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഈ ക്ലച്ച് കയറി അങ്ങ് ടൈറ്റ് ആവും. അത് ഈ പറഞ്ഞ പോലെ 15 കിലോമീറ്ററോ 20 കിലോമീറ്ററോ ഒക്കെ ഓടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ല സിഗ്നലിൻ്റെ അടുത്തോ മറ്റോ ഒക്കെ ആണെങ്കിൽ പെട്ടുപോയത് തന്നെ. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രശ്നവും കാണില്ല, പക്ഷേ റണ്ണിങ് ടൈമിൽ കുറേ ഓടി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. ഇതാണ് പുതിയ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ. ഞാൻ ഒരു ഫ്രണ്ട് വഴി ഇത് പുറത്തുനിന്ന് വരുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ജിമെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കോൺടാക്റ്റ് നമ്പറും ഒക്കെ തരാം. കമ്പനി ഇറക്കുന്നത് ഫൈബറാണ്. സ്റ്റീൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലച്ച് സ്റ്റക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടർ പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ക്ലച്ച് സ്ലീവും മാറ്റണം, എന്നാലേ അത് വർക്കാവുള്ളൂ. അതായത് ക്ലച്ച് സ്ലീവ് ജാം ആകുമ്പോൾ ക്ലച്ച് സിലിണ്ടറും പൊട്ടും. അപ്പോൾ അത് ഫൈബറിൻ്റെ ആയതുകൊണ്ടാണ് അങ്ങനെ പൊട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വണ്ടി കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ ആൾ വന്ന് പണിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം പിന്നെ അങ്ങോട്ട് വണ്ടി അനങ്ങത്തില്ല. അതും മാത്രമല്ല, നമുക്ക് ഇത് രണ്ടും കൂടി മാറ്റാനായിട്ട് ഒരു 9,000 രൂപയോളം അടുപ്പിച്ചാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലച്ച് സിലിണ്ടർ ഫൈബറിൻ്റെ മാറ്റി അവിടെ സ്റ്റീലിൻ്റെത് ചെയ്ത് കിട്ടാറുണ്ട്. അതിനൊരു കുഴപ്പമില്ല. ഇടയ്ക്ക് കമ്പനി ഇത് ചെയ്തതാണ്, പിന്നെ അവർ പെട്ടെന്നത് നിർത്തിയതാണ്. സ്റ്റീൽ മാറ്റി വീണ്ടും പഴയതുപോലെ ഫൈബർ തന്നെ ആക്കി. അപ്പോൾ സ്റ്റീൽ ചെയ്താലുള്ള 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വരില്ല. കാരണം ക്ലച്ച് സ്ലീവ് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. കുറച്ച് സൂക്ഷിച്ച് ഓടിക്കണം എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് രണ്ടും മാറ്റുമ്പോൾ ഒരു 9,000 രൂപയെങ്കിലും ആകുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാധനം മാത്രം മാറ്റിയാൽ മതി, അതായത് ക്ലച്ച് സ്ലീവ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാഷ് ഏതാണ്ട് ഒരു 4,000 ഒക്കെ ആകുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് സേവും ചെയ്യാം. ഇനി ഇത് ആകെ ചെയ്ത് സ്റ്റീലാക്കാൻ നമുക്കൊരു 2,000 രൂപയോ അല്ലെങ്കിൽ 2,500 ഇത്രയൊക്കെ ആവുന്നുള്ളൂ. പിന്നെ ഒരു തവണ മാറ്റിയാൽ പിന്നെ മാറ്റേണ്ടിയും വരുന്നില്ല.
ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ക്ലച്ച് ജാം ആകുമ്പോൾ ഫൈബറിൻ്റെ സാധനമാണെങ്കിൽ പൊട്ടിപ്പോവും. ഇപ്പോൾ നമ്മൾ ഈ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് പെഡലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ക്ലച്ച് കംപ്ലൈൻ്റ് ആയതാണ്. റണ്ണിങ്ങിൽ പെട്ടെന്ന് ക്ലച്ച് ഹാർഡായിട്ട് പെട്ടെന്ന് ക്ലച്ച് ഡൗൺ ആയി പോയതാണ്. ഇതിൻ്റെ പിസ്റ്റൺ ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് ക്ലച്ച് ഹാർഡായി പോകുന്നത്. ഹുണ്ടായിയുടെ i20-ലൊക്കെ ഈ പ്രശ്നം ഫേസ് ചെയ്ത ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടാവും. ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി സ്ഥിരമായിട്ട് എടുക്കാത്തവർക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ഓടിക്കാത്തവർക്കാണ് കോമൺലി ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, സ്മൂത്ത് തന്നെയാണ് ക്ലച്ച്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പെഡൽ കൂടുതലായിട്ട് ഹാർഡായ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറെങ്കിലും എവിടെയെങ്കിലും സൈഡാക്കുക. ഇല്ലെങ്കിൽ ക്ലച്ചിൻ്റെ MC പൊട്ടും. അങ്ങനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അത്യാവശ്യം ഇല്ലെങ്കിൽ കൂടിയും വണ്ടി എടുക്കും. കാരണം എടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കും. ഇനി ലോങ് ഡ്രൈവിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പെഡൽ കൂടുതലായി ഹാർഡ് ആകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു അരമണിക്കൂർ സൈഡാക്കും. പിന്നെ അത്രയും അത്യാവശ്യമാണ്, നമുക്ക് പോകണം, പിന്നും രക്ഷയില്ല എന്ന് കണ്ട കുറച്ച് ഐസ് വാട്ടറൊക്കെ എടുത്ത് ഒന്ന് കൂളാക്കിയിട്ട് അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ എത്തിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.